നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. കടുത്ത ധനപ്രതിസന്ധിക്കിടയിൽ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ നിരത്തി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 12.01% വളർച്ച നേടിയതായാണ് റിപ്പോർട്ട്. ഉത്തേജക പാക്കേജ് സാമ്പത്തിക സ്ഥിതി വീണ്ടെടുക്കാൻ സഹായിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം സംസ്ഥാനത്തിന്റെ പൊതുകടം 2.1 ലക്ഷം കോടിയായി വർദ്ധിച്ചു. പോപ്പുലർ ഫ്രണ്ട് ബന്ധമില്ലാത്തവരെ ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി. ഹർത്താൽ അക്രമ കേസുകളിൽ നടപടികൾ നേരിട്ട PFIയുമായി ബന്ധമില്ലാത്ത 18 പേരെ ഒഴിവാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ജപ്തി നടപടികളിൽ പിഴവ് സംഭവിച്ചു എന്ന സർക്കാർ സത്യവാങ്മൂലം പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവർക്ക് എതിരെ എടുത്ത നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ അക്രമ കേസിൽ പിടിച്ചെടുത്ത വസ്തുവകകളുടെ വിശദാംശങ്ങൾ അടങ്ങിയ സത്യവാങ്മൂലത്തിലാണ് ജപ്തി നടപടിയിൽ പിഴവ് പറ്റിയെന്ന് സർക്കാർ സമ്മതിച്ചത്. PFIയുമായി ബന്ധമില്ലാത്തവരുടെ വസ്തുവകകളും ജപ്തി ചെയ്തവയിലുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജപ്തി നടപടികൾ പൂർത്തിയാക്കിയത് കാരണമാണ് തെറ്റ് സംഭവിച്ചതെന്നും വിശദീകരിക്കുന്നു. പേരിലെയും സർവേ നമ്പറുകളിലെയും സാമ്യം മൂലമാണ് പിഴവ് സംഭവിച്ചത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവർക്കെതിരെ എടുത്ത നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്നും സർക്കാർ അറിയിച്ചു. സത്യവാങ്മൂലം പരിഗണിച്ച കോടതി പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലാത്തവരെ ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ ഉത്തരവിട്ടു. ഹർത്താൽ അക്രമ കേസുകളിൽ നടപടികൾ നേരിട്ട PFIയുമായി ബന്ധമില്ലാത്ത 18 പേരെ ഒഴിവാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. പിഴവ് പറ്റിയവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർത്താൽ അക്രമങ്ങളിലെ നഷ്ടം തിട്ടപ്പെടുത്താൻ നിയോഗിച്ച ക്ലെയിംസ് കമ്മീഷണർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ 1 മാസത്തിനകം ഒരുക്കണമെന്നും ജസ്റ്റിസുമാരായ PK ശങ്കരൻ നമ്പ്യാരും CP മുഹമ്മദ് നിയാസും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. സർക്കാർ ഇങ്ങനെയൊരു നിലപാട് ഹൈക്കോടതിയിൽ സ്വീകരിക്കുമ്പോൾ ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് ബന്ധത്തിൽ അറസ്റ്റിലായ SDPI കൗൺസിലറെ പിന്തുണച്ച് UDF രംഗത്ത്. 6 മാസത്തേക്കുള്ള അവധി അപേക്ഷയിലാണ് SDPIയുടെ ആവശ്യത്തെ UDF പിന്തുണച്ചത്. അതേസമയം 3 മാസത്തെ അവധി നൽകാൻ CPIഎമ്മും പിന്തുണച്ചിരുന്നതായി കോൺഗ്രസ് ആരോപിച്ചു. 2 വർഷത്തിലേറെയായി ഉത്തർപ്രദേശിലെ ജയിലിൽ കഴിഞ്ഞ മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ മോചിതനായി. സുപ്രീം കോടതിയും അലഹബാദ് ഹൈക്കോടതിയും ജാമ്യം അനുവദിച്ചതോടെയാണ് ജയിൽ മോചനത്തിന് വഴി ഒരുങ്ങിയത്. തന്റെ മോചനത്തിനു വേണ്ടി പ്രവർത്തിച്ചതിന് മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തിനും നന്ദി പറയുന്നുവെന്ന് സിദ്ദിഖ് കാപ്പൻ പ്രതികരിച്ചു. 28 महीने के बाद हम वापस बाहर आया. एक आज़ादी का हवा मिल गया. मीडिया पर्सन सबको शुक्रिया अदा करता हूँ मैं. നീതി പൂർണ്ണമായും ലഭിച്ചില്ലെന്നായിരുന്നു ജയിൽ മോചിതനായ ശേഷം സിദ്ദിഖ് കാപ്പന്റെ ആദ്യ പ്രതികരണം. തനിക്കൊപ്പമുള്ള നിരപരാധികൾ പലരും ജയിലിലാണ്. UAPA में बहुत लोग 5 साल 10 साल जेल काट रहा है. हम 28 मंथ में बाहर आ गया. ये हमारा मीडिया फ्रैटर्निटी का एक नतीजा है. ലക്നൌവിലെ ജില്ലാ ജയിലിൽ കഴിയുകയായിരുന്ന സിദ്ദിഖ് കാപ്പന് UP പോലീസും EDയും ചുമത്തിയ കേസുകളിൽ ജാമ്യം ലഭിച്ചിരുന്നു. ക്രിസ്മസ് അവധിക്ക് മുമ്പ് ED കേസിൽ ജാമ്യം ലഭിച്ചിരുന്നെങ്കിലും നടപടിക്രമം നീണ്ടുപോയതാണ് മോചനം വൈകിപ്പിച്ചത്. ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട UPയിലെ ഹാദ്രസിലേക്കുള്ള യാത്രയ്ക്കിടെ 2020 ഒക്ടോബറിലാണ് സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായത്. പോപ്പുലർ ഫ്രണ്ടുമായി കാപ്പന് ബന്ധമുണ്ടെന്നും കാപ്പന്റെ അക്കൗണ്ടിലെത്തിയ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാനായില്ലെന്നുമായിരുന്നു EDയുടെ വാദം. ഡൽഹിക്ക് മടങ്ങിയ സിദ്ദിഖ് കാപ്പൻ 6 ആഴ്ചകൾക്ക് ശേഷമാകും കേരളത്തിലെത്തുക. ന്യൂസ് 18 ഡൽഹി. കേരളത്തിലെ ചില മാധ്യമപ്രവർത്തകരെ ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു എന്ന വാർത്തയെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ കണ്ടെത്തട്ടെ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. അത് ആരൊക്കെയാണ് എന്ന് താൻ പറയുന്നില്ല. മാധ്യമങ്ങൾ തന്നെ അക്കാര്യം കണ്ടെത്തണം. സിദ്ദിഖ് കാപ്പൻ പുറത്തിറങ്ങിയതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ ആരാണ് ഇനി അകത്തേക്ക് പോകുന്നത് എന്ന് ആലോചിക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, നിങ്ങള് വലിയ വിദഗ്ധന്മാരാണല്ലോ, എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിങ്ങളെ ടോർച്ച് ലൈറ്റ് പോവാത്ത സ്ഥലങ്ങളില്ലല്ലോ. എന്താ ഈ ആരാണ് ഈ 6 പേര് ഒന്ന് പറയോ? അല്ല, അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചോദ്യം ചെയ്തത് ഏതൊക്കെ മാധ്യമങ്ങളിലെ ആളെയാണെന്ന് അറിയാം. ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അറിയാമല്ലോ.
ഇപ്പൊ നിങ്ങളുടെ ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ള ഒരാളെ ചോദ്യം ചെയ്താലേ നിങ്ങൾ അറിയില്ലേ? നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, നിങ്ങൾ 6 പേർക്കെങ്കിലും അറിയുമല്ലോ. നിങ്ങളിപ്പോ കാപ്പൻ ഇറങ്ങിയാലും വലിയ സന്തോഷത്തിലാണല്ലോ. എന്റെ പേടി ഇനി കാപ്പന് പകരം ഇവിടുന്ന് വേറെ ആൾ കയറും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരാണെന്ന് പറയേ. ഞാനിതൊന്നും അന്വേഷിച്ച് നടക്കുന്ന ആളല്ല. ആരാണ് നിങ്ങളിൽ ചാരന്മാരുള്ളത് നിങ്ങൾ അന്വേഷിച്ച് പറയണം, നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് വലിയ അപകടം. ഡെസ്കിലിരുന്ന് ഈ പണി ചെയ്യുന്നവരെ ആദ്യം പിടിക്കുന്നത് നിങ്ങളുടെ റിപ്പോർട്ടർമാരെ ആയിരിക്കും. മനസ്സിലായില്ലേ? ഞങ്ങളെ പിടിക്കാൻ വരുന്നതിന് പകരം ആദ്യം പിടിക്കാൻ വരുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തുക. നിങ്ങളെ കൂടെയുള്ളവരാരൊക്കെയോ തീവ്രവാദികളെ കൂടെ പ്രവർത്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ്, അവരെ നിങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നന്നായി മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ വേറെ ഒന്നും പറയാൻ ഉദ്ദേശിച്ചില്ല. കേന്ദ്ര ഏജൻസി ഞങ്ങളോട് വെച്ചിട്ടല്ലല്ലോ അന്വേഷിക്കുന്നത്. PV അൻവർ MLA ടൂറിസം പദ്ധതിയുടെ ഭാഗമായ കക്കാടംപൊയിലിലെ PVR നാച്ചുറൽ റിസോർട്ടിൽ സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞു നിർമ്മിച്ച 4 തടയണകളും 1 മാസത്തിനകം പൊളിച്ചു നീക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിറക്കി. 1 മാസത്തിനകം തടയണകൾ പൊളിച്ചു നീക്കണമെന്ന കഴിഞ്ഞ വർഷം ഒക്ടോബർ 26-ന് ജസ്റ്റിസ് VG അരുണിന്റെ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ PV അൻവർ MLA PVR നാച്ചുറൽ റിസോർട്ടും അൻവറിൽ നിന്ന് തടയണ ഉൾപ്പെടുന്ന സ്ഥലം വിലക്ക് വാങ്ങിയ കരാറുകാരൻ ഷെഫീഖ് ആലിംഗനും സമർപ്പിച്ച അപ്പീൽ ഹർജികൾ തള്ളിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് S മണികുമാറും ജസ്റ്റിസ് ഷാജി P ചാലിയും അംഗങ്ങളായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. നിയമസഭയിലെ പെരുമാറ്റത്തെ ന്യായീകരിച്ച് മാത്യു കുഴൽനാടൻ. പാർലമെന്ററി മര്യാദകൾ പാലിച്ചാണ് സഭയിൽ പങ്കെടുക്കുന്നത്. എന്തും പറയാൻ പറ്റുന്ന ആളാണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. നിർഭയം എന്തും പറയാൻ പറ്റുന്നയാളായി നിലകൊള്ളാനാണ് ഇഷ്ടമെന്നും മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നു. അതേസമയം കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. ജയനുമായി ലഹരി കടത്തിയ വാഹനത്തിന്റെ കരാർ ഷാനവാസ് ആലപ്പുഴയിൽ ഒപ്പിട്ടുവെന്ന് പറയുന്ന ദിവസം ജയൻ കർണാടകത്തിൽ ആയിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇതോടെ ഷാനവാസ് ഹാജരാക്കിയ കരാർ വ്യാജമാണ് എന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കേസിൽ പുതുതായി 2 പേരെ കൂടി പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണസ്തംഭനമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ നിയമസഭയിൽ 7,89,623 ഫയലുകൾ തീർപ്പാക്കാതെ കെട്ടിക്കിടക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നു. എന്നെ നെല്ലിക്കുന്ന MLA ചോദ്യത്തിന് നിയമസഭയിൽ രേഖാമൂലം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് മന്ത്രി MB രാജേഷിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലാണ്. 2,51,769 ഫയലുകളാണ് തദ്ദേശ സ്വയംഭരണത്തിൽ കെട്ടിക്കിടക്കുന്നത്. 2ാം സ്ഥാനം വനം വകുപ്പിനാണ്. 1,73,478 ഫയലുകൾ വനം വകുപ്പിൽ കെട്ടിക്കിടക്കുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പാണ് 3ാം സ്ഥാനത്ത്. 44,437 ഫയലുകളാണ് ആഭ്യന്തര വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത്. 41,007 ഫയലുകളാണ് വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിക്കിടക്കുന്നത്. റവന്യൂ വകുപ്പിൽ 38,888, ഭക്ഷ്യവകുപ്പിൽ 34,796, ആരോഗ്യ വകുപ്പിൽ 20,205 ഫയലുകളും കെട്ടിക്കിടക്കുന്നു. 31/3/2022 വരെ 17,45,294 ഫയലുകളാണ് കെട്ടിക്കിടന്നത്. 15/12/2022 വരെയുള്ള കണക്കനുസരിച്ച് ഇതിൽ 9,55,671 ഫയലുകൾ തീർപ്പാക്കി. സെക്രട്ടേറിയറ്റിൽ മാത്രം 15/12/2022 വരെ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ എണ്ണം 93,014. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രസംഗങ്ങൾ. എന്നാൽ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ ഫയലുകളുടെ ശവപ്പുറമ്പായി മാറുന്ന കാഴ്ചയാണ് നിലവിൽ. ന്യൂസ് 18 തിരുവനന്തപുരം. തൃശൂർ വാടാനപ്പള്ളി ഗണേശമംഗലത്ത് വിരമിച്ച അധ്യാപികയെ തലക്കടിച്ച് കൊലപ്പെടുത്തി കവർച്ച. 72 വയസ്സുള്ള വസന്തയാണ് കൊല്ലപ്പെട്ടത്. മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകമെന്നാണ് സൂചന. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. നിലവിളി കേട്ട നാട്ടുകാരാണ് ചോരയിൽ കുളിച്ചു കിടന്ന വസന്തയെ കണ്ടത്. ഒരാൾ മതിൽ ചാടി പോകുന്നത് കണ്ടെന്നാണ് നാട്ടുകാരുടെ മൊഴി.
അപ്പോഴൊന്നും പിന്നെ ഞാൻ ഫോൺ ചെയ്തു വിളിച്ചോക്കിട്ട് ശബ്ദമൊന്നും കേൾക്കണില്ല. 35 വർഷമായി വസന്ത ഒറ്റയ്ക്കാണ് താമസം. കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടതായും സംശയമുണ്ട്. മോഷണം നടത്താനാണ് കൊലപാതകം എന്ന സംശയം ഇതോടെ ബലപ്പെട്ടു. തളിക്കുളം SNUVP സ്കൂളിലെ അധ്യാപികയായിരുന്നു കൊല്ലപ്പെട്ട വസന്ത. സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ മനോപ്പറമ്പിൽ ജയരാഗ് എന്ന മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. സ്വർണ്ണവില റെക്കോർഡിൽ 480 രൂപ ഉയർന്ന പവന് 42,880 രൂപയായി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് വില വർധനവ് പ്രഖ്യാപിച്ചിരുന്നു. വയനാട് പൊന്മുടിക്കൊട്ടയിൽ ചത്തത് വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച കടുവയെന്ന് വനംവകുപ്പിന്റെ സ്ഥിരീകരണം. 1.25 വയസ്സ് പ്രായമുള്ള ആൺകടുവയാണ് ചത്തത്. ഇനിയും പ്രദേശത്ത് കടുവകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിശോധനകൾ നടത്താതെ ഹെൽത്ത് കാർഡ് നൽകിയ സംഭവത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ 2 ഡോക്ടർമാരെ കൂടി സസ്പെൻഡ് ചെയ്തു. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജനറൽ ആശുപത്രിയിലെ RMOയുടെ ചുമതല വഹിക്കുന്ന അസിസ്റ്റന്റ് സർജനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് 2 പേരെ കൂടി സസ്പെൻഡ് ചെയ്തത്. കോഴിക്കോട് DDE ഓഫീസിൽ അധ്യാപന നിയമന ഉത്തരവ് തിരുത്തിയ സംഭവത്തിൽ NGO യൂണിയൻ നേതാക്കൾ പ്രതിക്കൂട്ടിൽ. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോ സൂപ്രണ്ടോ അറിയാതെ നിയമന ഉത്തരവ് തിരുത്തിയത് ഭരണകക്ഷിയിലെപ്പെട്ട സർവീസ് സംഘടനാ നേതാക്കളാണ് എന്ന് NGO അസോസിയേഷൻ ആരോപിച്ചു. നിയമന ഉത്തരവിൽ ആശയക്കുഴപ്പമുണ്ടായി എന്നും എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും NGO യൂണിയൻ ഭാരവാഹികൾ പ്രതികരിച്ചു. PSC വഴി ലോവർ പ്രൈമറി അധ്യാപക നിയമനം ലഭിച്ച യുവതി മാവൂർ GMUP സ്കൂളിലെത്തിയപ്പോഴാണ് അവിടെ ഒഴിവില്ലെന്ന് അറിയുന്നത്. തുടർന്ന് കോഴിക്കോട് DDE ഓഫീസിലെത്തി സൂപ്രണ്ടിന് പരാതി നൽകി. എന്നാൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോ സൂപ്രണ്ടോ അറിയാതെയായിരുന്നു നിയമനം. മാവൂർ സ്കൂളിലെ നിയമന ഉത്തരവ് തിരുത്തി പേന കൊണ്ട് മണക്കാട് GUP സ്കൂൾ എന്ന് മാറ്റി നൽകി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോ സൂപ്രണ്ടോ അറിയാതെയായിരുന്നു നിയമനം. കൗണ്ടർ ഒപ്പിട്ടത് സൂപ്രണ്ട് അല്ലായിരുന്നു. ക്ലർക്കിനോട് ഇക്കാര്യം ചോദിച്ച സൂപ്രണ്ടിനെ NGO യൂണിയൻ KSTA പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതിയുണ്ട്. വേണ്ടപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിയമനം നൽകാൻ DDE ഓഫീസിലെ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ടവരാണ് നിയമന ഉത്തരവ് തിരുത്തിയതെന്നാണ് ആരോപണം. ആ ഉത്തരവ് ഓഫീസിനകത്ത് തന്നെയുള്ള ചില NGO യൂണിയൻ നേതാക്കളുടെയും പുറത്തുള്ള KSTA നേതാക്കളുടെയും ശ്രമഫലമായി മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളതാണ്, തിരുത്തൽ വരുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന് നിയമവിരുദ്ധമാണ് ചെയ്തിരിക്കുന്നത്, ക്രമവിരുദ്ധമായ നടപടിയാണ്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഉത്തരവാദിത്വപ്പെട്ടവർ തന്നെയാണ് കൗണ്ടർ ഒപ്പിട്ടതെന്നും NGO യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം നിയമന ഉത്തരവ് തിരുത്തിയവർക്കെതിരെ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. നിയമന ഉത്തരവ് വിവാദത്തിൽ ഗുരുതര ക്രമക്കേടുകൾ പുറത്തുവന്നിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ആലസ്യത്തിലാണ്. ജീവനക്കാർ എവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇത്തരത്തിലുള്ള ഭരണപക്ഷ സർവീസ് സംഘടനകളിലെ നേതാക്കളാണ്. നിയമന ഉത്തരവ് തിരുത്തിയാലും മർക്കമുഷ്ടി ഉപയോഗിച്ചാലൊന്നും ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് വസ്തുത. S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. അദാനി ഓഹരി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഓഹരികളിലുണ്ടായ തുടർച്ചയായ ഇടിവിൽ നിക്ഷേപകർക്കുള്ള നഷ്ടം സംബന്ധിച്ച് പാർലമെന്റ് നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇടയ്ക്ക് നിർത്തിവെച്ചു. സഭ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന് മുന്നിൽ ഒത്തുചേർന്ന് സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്തിരുന്നു. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ. ഇക്കാര്യം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട യുവാവിന്റെ ബന്ധുക്കൾ കോടതിയെ സമീപിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി രാജ്യാന്തര തലത്തിൽ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു എങ്കിലും നഷ്ടപരിഹാരം സ്വീകരിക്കാൻ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ തയ്യാറാകാതെ വന്നതോടെ അനുരഞ്ജന ശ്രമങ്ങൾ നിർജീവമാകുകയായിരുന്നു. കേസിലെ കുറിച്ചോ നിലവിലെ അവസ്ഥയെക്കുറിച്ചോ ഒരു വിവരവും ഇല്ലെന്നാണ് നിമിഷയുടെ കുടുംബത്തിന്റെ പ്രതികരണം. ആന്റണിയെ പരോക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി. SFI നിരോധിക്കണമെന്ന് പറഞ്ഞ നേതാവിന് BBC ഡോക്യുമെന്ററിയെക്കുറിച്ച് മൗനമാണ്. ഗവർണറും സർക്കാരും തമ്മിൽ അവിശുദ്ധ ബന്ധമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഉള്ളപ്പോൾ രാജ്ഭവനിലേക്ക് നിവേദനവുമായി പോയവരാണ് പ്രതിപക്ഷമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. വയനാട് ലക്കിടി ജവഹർ നവോദയ വിദ്യാലയത്തിൽ
നോറോ വൈറസ് സ്ഥിരീകരിച്ചു. ആലപ്പുഴ വൈറോളജി ലാബിലെ സാമ്പിൾ പരിശോധനയിലാണ് നോറോ വൈറസ് കണ്ടെത്തിയത്. സ്കൂളിലെ 98 വിദ്യാർത്ഥികൾക്ക് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു. 7 മാസം മുമ്പ് കോഴിക്കോട് നിന്ന് കാണാതായ ദീപകിനെ നാട്ടിൽ എത്തിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനൊടുവിൽ ഗോവയിൽ നിന്നാണ് ദീപകിനെ കണ്ടെത്തിയത്. ദീപകിൻ്റേതാണ് എന്ന് കരുതി സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ ഇർഷാദിന്റെ മൃതദേഹം സംസ്കരിച്ചിരുന്നു. തട്ടിപ്പ് വീരൻ മാർട്ടിൻ സെബാസ്റ്റ്യൻ പീഡനക്കേസിൽ അറസ്റ്റ്. തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. മാർട്ടിനെ വിവിധയിടങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.